എന്നെക്കാളും വലിയൊരു ഓവർ സൈസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ഈവനിങ് വാക്കിനാണ്. എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ജർമ്മനിയിലുള്ളവർക്ക് മനസ്സിലായി കാണും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. സമയം ഇപ്പോൾ ഏകദേശം 7 മണി 8 മണി ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നട്ടുച്ച പോലെയാണ്, കാരണം ഇവിടുത്തെ സമ്മർ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിന്ന് നടക്കാൻ പോയത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഗോതമ്പ് തോട്ടത്തിലാണ്. ഗോതമ്പ് മാത്രമല്ല കേട്ടോ, ഇവിടെ വേറൊരു സാധനം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ ഗോതമ്പ് പാടം ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. പണ്ട് ഞാൻ മലയാളം ബുക്കിൽ ഒരു കവിത പഠിച്ച് ഓർക്കുന്നുണ്ട്. അതായത് അതിനകത്ത് ഇങ്ങനെയായിരുന്നു, ഗോതമ്പ് കതിരിൻ്റെ നിറമാണ് പേടിച്ച് പേടമൻ മിഴിയാണെന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അതിൽ ഗോതമ്പ് കതിരിൻ്റെ നിറം എത്ര അടിപൊളിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഗോതമ്പ് കതിരിൻ്റെ നിറം ആദ്യമായിട്ട് ഞാൻ കാണുന്ന കേട്ടോ ഗോതമ്പ്. പിന്നെ ഇത് ചോളം, ഇതും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആകെ കണ്ടിട്ടുള്ള നെല്ല് മാത്രമേ. ഞാൻ കുട്ടനാട്ടുകാരെ കണ്ട് 4 ചുറ്റും നെല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊന്നും ഇങ്ങനത്തെ കൃഷികളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ആ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ദൂരെ കണ്ടു, ദൂരെ പച്ച കളറിൽ കിടക്കുന്നത് ആ സാധനം എന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും ഊഹിക്കാതെ ഇതിൻ്റെ ഇല ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പറയാമോ ഇത് എന്തായിരിക്കും എന്ന്? ഞാൻ അതിൻ്റെ ക്ലൂ ഞാൻ തരാം. ക്ലൂ വേറൊന്നുമല്ല, അതിൻ്റെ ആദ്യത്തെ അക്ഷരം കായാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതിവിടെ ലീഗലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത് കൃഷി ചെയ്യാൻ ലീഗലാണ്. പിന്നെ ഇത് വീടുകളിലും ഇവിടെ 1 2 3 ചെടികളൊക്കെ വീടുകളിലും വളർത്താം, കയ്യിൽ സൂക്ഷിക്കാം, അങ്ങനത്തെ റൂൾസൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്കറിയത്തില്ല, നമ്മൾ ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും അതിലെനിക്ക് ജസ്റ്റ് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് സ്മെല്ലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം കുറേ നേരം അവിടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാനിനെ കണ്ടു കേട്ടോ. അതാ ഗോതമ്പ് തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. നമ്മൾ വരുന്ന കണ്ടപ്പോഴത്തേക്ക് ആ ഗോതമ്പ് പാടത്തിലോട്ട് എടുത്ത് ചാടി. പിന്നെ ഈ പുള്ളിക്കാരനെ ഈ തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പരിങ്ങിയൊക്കെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മൾ മുന്നോട്ട് നിൽക്കും തോറും നമ്മുടെ ആർക്കും വേണ്ടാത്ത നമ്മുടെ നാട്ടിലെ മാങ്ങ പോലത്തെ സാധനം, അതായത് ആപ്പിള്, റോഡ് നിറച്ചും ഇതായിരുന്നു കേട്ടോ. വഴി നിറച്ചും ഇതും. ആപ്പിള് മാത്രമല്ല കേട്ടോ, റാസ്ബെറി, ബ്ലൂബെറി, ചെറി. ഈ ബ്ലൂബെറി പ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ, വലിയ കായായിട്ടില്ല. റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, പ്ലംസ്, ചെറി, പിന്നെ നമ്മുടെ ആപ്പിള്. ഇത്രയും സാധനങ്ങൾ വഴി നിറച്ചും ഇഷ്ടംപോലെ. എനിക്ക് ചെടി വെച്ച് പിടിപ്പിക്കുന്നതാണോ മരം വെച്ചതാണോ അതോ ഇനിയും തന്നെ കിളുത്താണോ അറിയത്തില്ല. വലുതായിട്ടില്ല എല്ലാം, എന്നാലും ഒരു പകുതി മുക്കാലും ഭാഗമായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് കണ്ടാലും ജസ്റ്റ് ഒരെണ്ണമെങ്കിലും പറിച്ച് ട്രൈ ചെയ്യുന്ന സ്വഭാവങ്ങളോട് ഞാൻ അത് പറിച്ച് തിന്നു. വലിയ പുളി, എനിക്ക് പുളി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവർ കണ്ടോ, ഇത് നോക്കുന്നത്, ഇത് റാസ്ബെറി ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റാസ്ബെറി ശരിക്കും ഇപ്പം ഞാൻ കാട്ടിൽ നിന്ന് പറിച്ച് കഴിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ നാട്ടിലെ ചുമയുടെ സിറപ്പൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതേ ടേസ്റ്റ്. പിന്നെ ഈ കുട്ടി ഈ കാട്ടിൻ്റെ അവിടെ നിന്ന് ഉള്ള റാസ്ബെറി എല്ലാം പറിച്ച് തിന്നുമായിരുന്നു. ആ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ല, ഞാൻ കൊടുത്ത ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് പറഞ്ഞ് ഇതെല്ലാം പറിച്ച് തിന്നുന്ന കണ്ടു. ഇവിടെ ഉള്ളവരൊന്നും ഇതൊന്നും അങ്ങനെ പറിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. കിളികളൊക്കെയാണ് ഇത് ശരിക്കും ഇതിൻ്റെ യൂസ് ഉള്ളത് കിളികൾക്കൊക്കെയാണ്. മനുഷ്യരൊന്നും അങ്ങനെ പറിക്കുന്നത് കണ്ടിട്ടില്ല.